ഇത് കുറച്ച് വൈകിപ്പോയൊരു വീഡിയോ ആണ്. ഇത് ഞങ്ങളുടെ കുടുംബ സംഗമത്തിലെ ഒരു ക്രിസ്മസ് ആഘോഷം ആണ്. ക്രിസ്മസ് ആഘോഷം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് എല്ലാവരും കൂടി ഒത്തുകൂടിയത്. ഞങ്ങളുടെ പിള്ളേരും കസിൻസിൻ്റെ മക്കളും അമ്മമാരും എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഇത് കൂടിയത്, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടാറുണ്ട്. ഇത് ഞങ്ങളുടെ ഒരു കസിൻ്റെ വീട്ടിൽ തന്നെയാണ്. അപ്പം ഈ ഞങ്ങൾ ഓണത്തിന് ചിലപ്പോൾ കൂടാറുണ്ട്, ചിലപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ അങ്ങനെ കൂടാറുണ്ട്. അപ്പം ഞങ്ങളുടെ ഒരു ബ്രദറ് പുറത്താണ്. അപ്പോൾ പുള്ളി വന്ന സമയത്ത് പുള്ളി തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, ഓണം മാത്രം പോരാ, നമുക്ക് ന്യൂ ഇയറും കൂടെ ആഘോഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി കൂടിയ ഒരു നല്ലൊരു ദിവസമായിരുന്നു, ഒരു നൈറ്റായിരുന്നു. അന്ന് ഞങ്ങളെല്ലാവരും പാട്ടും ബഹളവും എല്ലാം കൂടെ ആയിട്ട് അവിടെ കിടന്ന് അടിച്ച് പൊളിച്ചു. ശരിക്കും രസമായിരുന്നു കേട്ടോ. അന്താക്ഷരി കളിച്ചു, അല്ലാത്ത പാട്ടുകൾ, അങ്ങനെ എല്ലാവർക്കും ഒരു ജസ്റ്റ് എന്താ പറയുക, ഒരു റിലാക്സേഷൻ മോഡിലായിരുന്നു ഞങ്ങളെല്ലാവരും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വലിയ വലിയ പരിപാടികളൊന്നും ഇല്ലെങ്കിലും ഇതൊക്കെ വെച്ച് ഞങ്ങൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഞങ്ങളുടെ പിള്ളേരുടെ പാട്ടും പിന്നെ ഡാൻസും പിന്നെ ചെറിയ ചെറിയ ഗെയിംസും അങ്ങനെയൊക്കെ ആയിട്ട്, പിന്നെ കുറേ ചളിയടിയും ബഹളവും. ഈ ചേട്ടന്മാരൊക്കെ തന്നെയാണ് കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കളിയാക്കുകയും തമാശ പറയും, ഇതൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടുക അല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. നമ്മുടെ അമ്മമാരും ഇവരൊക്കെയാണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊന്നും പുറത്തൊന്നും ഇറങ്ങാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന അമ്മമാരുണ്ട്. ഇതിനിടയിൽ ഞങ്ങളുടെ വല്യമ്മമാരൊക്കെ അസുഖമൊക്കെ വന്നിട്ട്, അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ കുറേ ഗെറ്റ് ടുഗദേഴ്സ് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അവരിടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ചോദിക്കും നമുക്ക് എന്താണ് ഇനി അടുത്ത കൂടുന്നതെന്ന്. കാരണം പലർക്കും യാത്ര ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുള്ള ഞങ്ങളുടെ അമ്മമാരുണ്ട്. അപ്പോൾ അവർക്ക് സത്യം പറഞ്ഞാൽ അതൊരു വലിയ ആശ്വാസമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയ ഒരു നല്ല നിമിഷങ്ങളായിരുന്നു, കുറേ നല്ല നിമിഷങ്ങളായിരുന്നു. ശരിക്കും ഇങ്ങനെയൊക്കെ വേണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ശരിക്കും എന്താ പറയുക, ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒരു ബിസി ലൈഫിൽ ഇങ്ങനത്തെ കുറച്ച് നല്ല നല്ല ചെറിയ നിമിഷങ്ങളായാൽ പോലും നല്ല നല്ല ഒത്തുചേരലും സന്തോഷം പങ്കിടലും ഇതൊക്കെ വേണം, എല്ലാ കുടുംബത്തിലും വേണം തന്നെയാണ് പറയുന്നത്. എത്ര സമയമില്ലെങ്കിലും നമുക്ക് കിട്ടുന്ന സമയം മതി. ഇതുപോലെ ഒരു ദിവസമോ അല്ലെങ്കിൽ കുറച്ച് നേരം, വൈകുന്നേരം ആയാൽ പോലും കുറച്ച് നേരമൊക്കെ. പണ്ടൊക്കെ ഈ കൂട്ടുകുടുംബത്തിലാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസം. അപ്പോൾ അതൊന്നും ഇപ്പോൾ കിട്ടാനില്ല, കൂട്ടുകുടുംബമൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ചെറിയ ഗെറ്റ് ടുഗദേഴ്സൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ വല്ലാത്ത അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ വളരെ ആശ്വാസം കൊടുക്കുന്ന ഒരു കാര്യം. നമ്മളെ കൊണ്ട് ഇതൊക്കെ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒത്തുചേർന്ന ഒരു നല്ല കുറേ നിമിഷങ്ങളായിരുന്നു. ഞങ്ങൾ കേക്കും വൈനും ഒക്കെ പങ്കിട്ടു. പിന്നെന്താ, ഫുഡൊക്കെ കഴിച്ച് ഒരു ദിവസം ഒന്ന് സമാധാനമായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഞങ്ങളുടെ കുടുംബത്തിലെ ചെറിയ ചെറിയ കലാകാരന്മാരുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ വിശാഖേട്ടനാണ്. വിശാഖേട്ടൻ നന്നായിട്ട് പാടും, നന്നായിട്ട് പടം വരയ്ക്കും. ഒരുപാട് എന്ന് വെച്ചാൽ ഇവരാരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് പഠിച്ചവരോ ഒന്നും അല്ല. ഇതെൻ്റെ മോളാണ്, അവളുടെ ഡാൻസ് എന്തായാലും മസ്റ്റാണ്. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ നിർബന്ധിച്ച് കളിപ്പിക്കുന്നതാണ് കേട്ടോ. അവൾക്ക് ഈ സ്റ്റേജിൽ കളിക്കുന്ന പോലെയൊന്നും ഇങ്ങനെയൊന്നും കളിക്കാനൊന്നും വയ്യ. പിന്നെ എല്ലാവർക്കും ഒരു സന്തോഷമല്ലേ, അതൊക്കെ ചുമ്മാ നമ്മൾ ഇതൊക്കെ അങ്ങ് പ്ലാൻ ചെയ്ത് ഇതൊക്കെ അങ്ങ് നടത്തുന്നു, അത്രയേ ഉള്ളൂ. പ്ലാനിങ് ആയിട്ടൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ എന്താ പറയുക, അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ നമ്മൾ ആസ്വദിക്കണം. നമുക്ക് പറ്റിയില്ലെങ്കിലും നമ്മുടെ മക്കൾക്കും, നമ്മൾ ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ മക്കൾക്കും കൂടി നമ്മളത് പകർന്നു കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ അടുത്ത തലമുറയിലേക്കും ഇത്തരം എന്താ പറയുക ഒത്തുചേരലുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഇനിയൊക്കെ അങ്ങോട്ടെന്ന് വെച്ചാൽ പല കുട്ടികളും നമ്മുടെ നാട്ടിൽ പോലും നിൽക്കുന്നില്ല. പലരും പഠിക്കാനും ജോലിയൊക്കെ ആയിട്ട് പുറത്താണ്. അപ്പം നമ്മുടെ മക്കൾ എത്ര സമയം നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. ആ ഉള്ള സമയത്ത് നമ്മുടെ ബന്ധുക്കളെ പലർക്കും ഇപ്പോഴത്തെ കാലത്തെന്ന് വെച്ചാൽ പലർക്കും നമ്മുടെ ബന്ധുക്കളെ പരസ്പരം തിരിച്ചറിയത്തോലുമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒത്തുചേരൽ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ എന്താ പറയുക ആൾക്കാരുമായിട്ടുള്ള പരസ്പരം അറിയാനും അവരുടെ കസിൻസിനെയൊന്നും ശരിക്കും പറഞ്ഞാൽ ആർക്കും അത്ര അറിയത്തുപോലും ഇല്ല. പലരും ജനിക്കുന്നതും വളരുന്നതും തന്നെ പുറം നാടുകളിലായിരിക്കും. അവരൊക്കെ വല്ലപ്പോഴും ഇവിടെ വന്നാലായി. അപ്പോൾ
അങ്ങനെ വരുമ്പോൾ പല ബന്ധങ്ങളും ശരിക്കും പറഞ്ഞാൽ പരസ്പരം തിരിച്ചറിയാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ ആർക്കും. ശരിക്കും ബന്ധങ്ങളും സന്തോഷങ്ങളും ഒക്കെ ശരിക്കും പറഞ്ഞാൽ പങ്കുവെക്കേണ്ടത് തന്നെയാണ്. അത് എല്ലാവരുടെ ഇടയിലും വേണം. കുട്ടികളുടെ ഇടയിലും നമ്മളത് എന്താ പറയുക, വളർത്തിയെടുക്കണം. ഇത് ഉപദേശവും കാര്യങ്ങളൊന്നും അല്ല, പക്ഷെ ശരിക്കും മിക്കവാറും നമ്മുടെയൊക്കെ തലമുറയോട് കൂടി തന്നെ ഇത്തരം കാര്യങ്ങളങ്ങ് നിന്ന് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത തലമുറയൊന്നും ഇതിനായിട്ട് മെനക്കെടുക പോലും ഇല്ല. അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ അങ്ങ് ആസ്വദിച്ച് നടക്കുക, അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ.